വാസലിൻ അഥവാ പെട്രോളിയം ജെല്ലി മിക്ക വീടുകളിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു ജെല്ലാണ് വാസലിൻ. കാലുകൾ വിണ്ടുകീറുമ്പോഴും ചുണ്ടുകൾ വിണ്ടുകീറുമ്പോഴും നാം ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ വേറെയും കുറേ ഉപയോഗങ്ങളുള്ള ഒന്നാണ് വാസലിൻ അഥവാ പെട്രോളിയം ജെല്ലി. പുരികങ്ങളിൽ വാസലിൻ പുരട്ടുന്നത് പുരികത്തിന്റെ ആകൃതി മനോഹരമാക്കാൻ സഹായിക്കുന്നു. പെർഫ്യൂമുകളുടെ സുഗന്ധം ഏറെ നേരം നിലനിൽക്കാനും വാസലിൻ സഹായിക്കും. പെർഫ്യൂം ശരീരത്തിലടിക്കും മുൻപ് ആ ഭാഗത്ത് അല്പം വാസലിൻ പുരട്ടുക. അതിനു മുകളിലായി പെർഫ്യൂം സ്പ്രേ ചെയ്യാം. ചർമ്മത്തിൽ സ്പ്രേ പറ്റി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വാസലിൻ പറ്റി നിൽക്കുകയും അതുവഴി ഏറെ നേരം സുഗന്ധം ശരീരത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ഐഷാഡോ ഉപയോഗിക്കും മുൻപ് കൺപോളകളിൽ പ്രൈമറായി വാസലിൻ ഉപയോഗിക്കാം. ചിലർക്ക് കമ്മലിടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും അല്പകാലം കമ്മലിടാതിരുന്നാൽ. ഈ സമയത്ത് അതിൻ്റെ കമ്മലിടാനുള്ള തുളയുടെ ഭാഗത്ത് വാസലിൻ പുരട്ടിയ ശേഷം കമ്മലിട്ടാൽ വേദന ഉണ്ടാകില്ല. ഇതുപോലെ തന്നെ കൈകളിൽ കുടുങ്ങിയ വളകൾ അഴിച്ചെടുക്കാനും മോതിരം അഴിച്ചെടുക്കാനുമൊക്കെ അല്പം വാസലിൻ പുരട്ടിയ ശേഷം അഴിച്ചെടുത്താൽ മതി. തികച്ചും സുരക്ഷിതമായി മേക്കപ്പ് തുടച്ചെടുക്കാനും വാസലിനെ കൂട്ടുപിടിക്കാം. പഞ്ഞിയെടുത്ത് ജെല്ലിയിൽ മുക്കി മേക്കപ്പ് തുടച്ചെടുക്കാം. അടുക്കള ജോലിക്കിടയിൽ ഇടയ്ക്കിടെ ചെറിയ ചെറിയ പൊള്ളലുകളും മുറിവുകളുമൊക്കെ സർവ്വസാധാരണം. ഉദാഹരണത്തിന് ചൂടായ കുക്കറിൻ്റെ മീതെ അറിയാതെ കൈതട്ടുക, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കറി കരിയുമ്പോൾ കത്തി ചെറുതായി തട്ടുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുറിവുണങ്ങിയാലും ചെറിയ പാടുകളുണ്ടാകും. ഈ പാടുകൾ പോകാനായി വാസലിൻ പുരട്ടാം. വരണ്ട ചുളിവ് വീണ കൈകൾക്ക് ചുളിവുകൾ അകറ്റാനും വാസലിൻ സ്ഥിരമായി പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ബോട്ടിൽ, ഗ്ലൂ ബോട്ടിൽ പോലുള്ളവ ഒരു തവണ ഉപയോഗിച്ച് അടച്ചിടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണങ്ങിപ്പിടിച്ച് മൂടിയുടെ ചുറ്റിലുമായി രൂപപ്പെടാറുണ്ട്. ഇത് കാരണം പിന്നീട് മൂടി തുറക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. ഈ സമയത്ത് മൂടിയുടെ വാക്കുകൾക്ക് ചുറ്റും ജെല്ലി തേച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ എളുപ്പത്തിൽ തുറക്കാനാകും. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇടുന്നതിനു മുമ്പായി വാസലിൻ നഖത്തിന്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ പുരട്ടിയാൽ നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ ആ നിറം നഖം വിട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചിലർക്ക് പുതിയ ഷൂ ധരിക്കുമ്പോൾ കാൽവിരലുകളിൽ കുമിളകൾ വന്ന് വേദനയുണ്ടാവാറുണ്ട്. ഇതിനായിട്ട് അല്പം വാസലിൻ പുരട്ടിയതിനു ശേഷം ഷൂ ധരിക്കാം. ശാരീരിക അധ്വാനത്തിന് ശേഷമുള്ള പരുക്കൻ കൈകൾ മൃദുലമാക്കാനായി ദിവസവും വാസലിൻ പുരട്ടാം. തുരുമ്പ് പിടിച്ച ലോക്കുകളിൽ വാസലിൻ പുരട്ടിക്കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ എളുപ്പമാകും. ചർമ്മത്തിലെ കറകൾ തടയാൻ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുടിയുടെ അരികിൽ പുരട്ടുക. വരണ്ട ചുണ്ടുകളെ മൃദുലമാക്കാനും വാസലിൻ സഹായിക്കുന്നു. കണ്ണാടികൾ, സൺഗ്ലാസുകൾ മുതലായവയിലെ കറകൾ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഉണങ്ങിയതും ഒലിച്ചിറങ്ങിയതുമായ മെഴുക് നീക്കം ചെയ്യാൻ കുറച്ച് വാസലിൻ പുരട്ടി കുറച്ചു നേരം അത് ആഗിരണം ചെയ്യാൻ അനുവദിച്ച് നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം.